+1 കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. തിങ്കളാഴ്ച നടക്കുന്ന +1 കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയ്ക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് 75% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓരോ ചാപ്റ്ററിലെയും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതിന് പകരം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. +1 കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ കൊമേഴ്സ് ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ ചാപ്റ്ററിലൂടെയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ആണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ. ഓരോ ജനറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഏതാണെന്ന് കൃത്യമായി ഓർത്തു വെക്കുക. ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയാണ് വാക്വം ട്യൂബ്സ് എന്ന് പറയുന്ന ടെക്നോളജി. സെക്കൻഡ് ജനറേഷൻ 2G ആണെങ്കിൽ ട്രാൻസിസ്റ്റർ ആണ്. തേർഡ് ജനറേഷൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് IC. അതുപോലെ തന്നെ ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ. ഇതെല്ലാ പരീക്ഷയ്ക്കും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ ജനറേഷനും അതുപോലെ തന്നെ ആ ജനറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തത് ENIAC, അതിന്റെ പൂർണ്ണ രൂപം എന്താണെന്നുള്ളത് ചോദിക്കാം. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ആണ് ENIACന്റെ ഫുൾ ഫോം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. ആദ്യത്തെ പ്രോഗ്രാമർ, ലോകത്തെ ആദ്യത്തെ പ്രോഗ്രാമർ ആരാണ്? അഗസ്റ്റ അഡ കിങ് ആണ് അതിന്റെ എക്സാക്ട് ആൻസർ. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് എല്ലാ പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡാറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്രയാണ്. ഇതിൽ ഒരുപാട് നമ്പർ കൺവേർഷനും അതുപോലെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് വരുന്നുള്ളത്. നമുക്കറിയാം നമ്പർ കൺവേർഷനിൽ 4 നമ്പർ സിസ്റ്റം ആണ് ഉള്ളത്: ഡെസിമൽ, ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സ. അപ്പൊ ഇതിനകത്ത് ഓരോന്ന് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന നമ്പർ ഓഫ് സിംബൽസ് ആണ് 0 to 9. ഈ നമ്പർ ഓഫ് സിംബൽസിനെയാണ് ബേസ് എന്ന് പറയുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. ബേസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിംബൽസ് ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 0 to 9, അതായത് ടോട്ടൽ 10 നമ്പേഴ്സ് ആണ്, 10 സിംബൽസ് ആണ്. സോ ദ ബേസ് ഓഫ് ഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ് 10. ബൈനറിയിൽ വരുന്ന നമ്പേഴ്സ് 0 and 1 ആണ്, അതുകൊണ്ട് അതിന്റെ ബേസ് 2 ആണ്. ഒക്ടൽ 0 to 7, ബേസ് ഈസ് 8. ഹെക്സയിൽ 0 to 9, then A to F. ടോട്ടൽ 16 സിംബൽസ് ആണ്. സോ ബേസ് ഈസ് 16. ഇത്രയും കാര്യങ്ങൾ, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കൺവേർഷൻ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന നമ്പർ 25 എന്ന് പറയുന്ന നമ്പർ ഡെസിമൽ നമ്പർ ആണ്. അതിനെ ബൈനറിയിലോട്ടും ഒക്ടലിലോട്ടും ഹെക്സയിലോട്ടും കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഡെസിമലിനാണ് ബാക്കി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ, ഡെസിമലിൽ നിന്നും ബാക്കി നോൺ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഡിവൈഡ് ആണ് എന്ന കാര്യം ഓർത്തു വെക്കുക. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? നമ്മൾ എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് അതിന്റെ ബേസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ബൈനറിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ബൈനറിയുടെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോവുക. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ റൈറ്റ് സൈഡ് എഴുതി വെക്കുക. അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. താഴെ നിന്നും മുകളിലേക്കാണ് നമ്മൾ ആൻസർ എഴുതുന്നത്. ഇപ്പോൾ ഇവിടെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, നമ്പർ 25 ആണ്. ഇനി ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഹെക്സ ഡെസിമലിലോട്ടാണെങ്കിൽ 16 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ 3 നമ്പർ കൺവേർഷൻ ആണ് നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഓരോന്നിലേക്കും കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ അതാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതുന്നത്. ആൻസർ എഴുതുമ്പോൾ അതിന്റെ ബേസും കൂടി എഴുതി വെക്കുക. ഇവിടെ ബൈനറി, ഡെസിമൽ ടു ബൈനറി, അതുപോലെ തന്നെ ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സ, ഇങ്ങനെ 3 കൺവേർഷൻ ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചു തന്നത്. ഇനി നേരെ തിരിച്ചിട്ടാണ് ബൈനറിയിൽ നിന്ന് ഡെസിമലിലോട്ടും ഒക്ടലിൽ നിന്ന് ഡെസിമലിലോട്ടും ഹെക്സയിൽ നിന്ന് ഡെസിമലിലോട്ടുള്ള കൺവേർഷൻ ആണ്. ഇവിടെ സംഭവിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ദ പവർ ഓഫ് ഇറ്റ്സ് ബേസ്, ബേസിന്റെ പവർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കൺവേർട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത്. അതായത് നേരത്തെ 25നെ കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് ബൈനറിയിലേക്ക് മാറ്റിയപ്പോൾ 110001 ആണ് കിട്ടിയത്. ഒക്ടലിലോട്ട് മാറ്റിയപ്പോൾ 31,
ഹെക്സയിലോട്ട് മാറ്റിയപ്പോൾ 19. അത് തന്നെയാണ് ഇവിടെ നേരെ തിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൺവേർട്ട് 11001 ടു ഡെസിമൽ. ഇപ്പൊ ഇവിടെ നമ്പർ ഇതേപോലെ എടുത്ത് എഴുതുക. അതിന്റെ പവർ 2⁻0, അതായത് ബൈനറിലോട്ടാണെങ്കിൽ 2 ആയിരിക്കും വരിക, ഒക്ടൽ ആണെങ്കിൽ 8 ആയിരിക്കും, ഹെക്സ ആണെങ്കിൽ 16 ആയിരിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് പോകുന്നത്. 2⁻0, 2⁻1, 2⁻3, 4 അങ്ങനെ പോകും. ഇപ്പൊ ഇവിടെ ആദ്യം 2⁻4 ആണ്. ഇപ്പൊ ഇവിടെ 2⁻4 എന്ന് വെച്ചാൽ 2 എന്ന് പറയുന്ന നമ്പറിനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 2 × 2 × 2 × 2 2 × 2 4, 4 × 2 8, 8 × 2 16 ആണ്. അങ്ങനെയാണ് ഇവിടെ 16 കിട്ടിയത്. ദെൻ പ്ലസ് 8. ഇനി ഇവിടെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് 0 വന്നത്. അവസാനം 2⁻0 എന്ന് പറയുന്ന നമ്പർ 1 ആണ്. ഏത് നമ്പറിന്റെയും പവർ 0 വരികയാണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. ഇനി 8⁻0 ആണെങ്കിലും 1 തന്നെ ആയിരിക്കും. 16⁻0 ആണെങ്കിലും 1 തന്നെ ആയിരിക്കും. ഇതൊരു ബോക്സിലിട്ട് വെക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ പവർ 1 ആണെങ്കിൽ ആ നമ്പർ തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. 2⁻1 ആണെങ്കിൽ 2 ആയിരിക്കും, 8⁻1 ആണെങ്കിൽ 8 ആയിരിക്കും, 16⁻1 ആണെങ്കിൽ 16 ആയിരിക്കും എന്ന കാര്യം ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പം ചെയ്യാവുന്നതാണ്. ഇവിടെ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് 25 തന്നെ കിട്ടിയിട്ടുണ്ട്. കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നീട് അതിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നതാണ്. അതുപോലെ 31 എന്ന് പറയുന്ന നമ്പർ 1 അതിന്റെ നേരെ 8⁻0, 3 അതിന്റെ നേരെ 8⁻1, അതായത് 3 × 8⁻1 പ്ലസ് 1 × 8⁻0. അങ്ങനെയാണ് ഇവിടെ 25 കിട്ടിയത്. അതുപോലെ തന്നെ 19 എന്ന് പറയുന്ന ഹെക്സ ഡെസിമൽ നമ്പറിനെ ഡെസിമലിലോട്ട് മാറ്റിയപ്പോൾ 16⁻0, 16⁻1 ആണ് വന്നത്. അപ്പൊ 6 കൺവേർഷൻസ് ശരിക്കും പഠിച്ചു വെക്കുക. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇനി ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, 1's കോംപ്ലിമെന്റ്, 2's കോംപ്ലിമെന്റ്. ഇവിടെയും നേരത്തെ തന്ന 25 എന്ന് പറയുന്ന നമ്പർ തന്നെയാണ് എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. ഇനി 3ലേക്ക് നമ്മൾക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. -25 ആണ്, -25 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇൻ 3 മെത്തേഡ്, 3ലോട്ടും റെപ്രസെന്റ് ചെയ്യണം. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്, തന്ന നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ആദ്യത്തെ ബിറ്റ് 1 ആയിരിക്കും. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ആദ്യത്തെ ബിറ്റ് 0 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് ആദ്യത്തെ ബിറ്റ് 1 ആണ്. ഇനി ബാക്കി വരുന്ന 7 ബിറ്റ് കണ്ടുപിടിക്കണം. എല്ലാം മൊത്തം റെപ്രസെന്റ് ചെയ്യുന്നത് 8 ബിറ്റിലാണ് എന്ന് ഓർത്തു വെക്കുക. ഇതെല്ലാം 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. അതുകൊണ്ട് ആദ്യത്തെ ബിറ്റ് നമ്മൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 7 ബിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ തന്ന നമ്പർ 25നെ ബൈനറിയിലോട്ട് മാറ്റുക. അപ്പൊ നമ്മൾക്ക് കിട്ടിയത് 5 ബിറ്റ് ആണ്. നമുക്ക് ബാക്കി വേണ്ടത് 7 ബിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫ്രണ്ടിൽ 2 0 ചേർക്കുക. 2 0 ചേർത്തിട്ട് അതിനെ 7 ബിറ്റ് ആക്കി മാറ്റി. ഇനി സൈനും അതുപോലെ തന്നെ ബാക്കി 7 ബിറ്റും ഒന്നിച്ച് എഴുതുക. അതിൽ ആദ്യത്തെ ബിറ്റാണ് സൈന്, ബാക്കിയുള്ളതാണ് മാഗ്നിറ്റ്യൂഡ്. ഇതാണ് ഇതിന്റെ ആൻസർ. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി 1's കോംപ്ലിമെന്റ് ആണെങ്കിൽ നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ 1's കോംപ്ലിമെന്റ് കാണണം. അതുപോലെ 2's കോംപ്ലിമെന്റ് അതേപോലെ തന്നെയാണ്. നെഗറ്റീവ് ആണെങ്കിൽ മൊത്തം കാണണം, പോസിറ്റീവ് ആണെങ്കിൽ 8 ബിറ്റ് മാത്രം കണ്ടാൽ മതി. ഇനി ഇവിടെ ഇതിന്റെ 8 ബിറ്റ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തതാണ്. അതിന്റെ കൂടെ ഒരു 0 ചേർത്താൽ 8 ബിറ്റ് ആയി, അതായത് 000 11 001. ഇനി 1's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 ഉള്ളതൊക്കെ 0 ആവും, 0 ഉള്ളതൊക്കെ 1 ആവും. അതാണ് 1's കോംപ്ലിമെന്റ്. നേരെ ഉൾട്ട എന്നൊക്കെ നമ്മൾ പറയും. 0 ഉള്ളതൊക്കെ 1 ആയി, 1 ഉള്ളതൊക്കെ 0 ആയി. ഇനി 2's കോംപ്ലിമെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2's കോംപ്ലിമെന്റിന്റെ കൂടെ 2's കോംപ്ലിമെന്റ് ഈക്വൽ ടു 1's കോംപ്ലിമെന്റ് പ്ലസ് 1 ആണ്. അതായത് ആദ്യം 1's കോംപ്ലിമെന്റ് കാണണം, അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഇപ്പൊ ഇവിടെ 1's കോംപ്ലിമെന്റ് നമ്മൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ 1 ആഡ് ചെയ്തതുകൊണ്ടാണ് ഏറ്റവും അവസാനം 1 വരാനുള്ള കാരണം. ഓക്കെ, ഇപ്പൊ 2's കോംപ്ലിമെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2's കോംപ്ലിമെന്റ് ഈക്വൽ ടു 1's കോംപ്ലിമെന്റ് പ്ലസ് 1. ഇതാണ് അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും 8 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഈ ഒരു കൺവേർഷനും അതുപോലെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഒക്കെ. ഇനി ബൂളിയൻ ആൾജിബ്രയിൽ നിന്നും പഠിക്കേണ്ട കാര്യങ്ങൾ ആൻഡ്, ഓർ, നോട്ട്. ആൻഡ് എന്ന് പറയുന്നത് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഓർ ലോജിക്കൽ അഡീഷൻ, നോട്ട് ലോജിക്കൽ നെഗേഷൻ. ഇനി ആൻഡ് എന്ന് പറയുന്ന ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ, ആൻഡ് ഓപ്പറേഷന്റെ സിമ്പൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ ലോജിക്കൽ സർക്യൂട്ട് വരയ്ക്കാനുള്ള സിമ്പൽ എന്ന് പറയുന്നത് ആൻഡിന്റെ ഡി ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ആൻഡിലുള്ള ഡി ആദ്യം തന്നെ വരയ്ക്കുക.
ഇനി രണ്ട് ഇൻപുട്ട് കൊടുക്കുക, എന്തെങ്കിലും പേര് കൊടുക്കുക, എയോ ബിയോ അല്ലെങ്കിൽ എക്സോ വൈയോ കൊടുക്കുക. ഔട്ട്പുട്ട് 1 ആണ്. അപ്പൊ അതിന്റെ കൂടെ എന്താണ് എ ഡോട്ട് ബി. അപ്പോൾ D4 ഡോട്ട് എന്ന് ഓർത്ത് വെക്കാം. ഇത് ഓർത്ത് വെക്കാനുള്ള രണ്ട് മെമ്മറി ടിപ്സ് ആണ് പറഞ്ഞത്. ആദ്യം ഡി, ആൻഡിന്റെ ഡി വരയ്ക്കുക, അതേപോലെ സിമ്പിൾസ് ഒക്കെ കൊടുക്കുക. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡോട്ട് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ D4 ഡോട്ട് എന്ന രീതിയിൽ ഓർത്ത് വെക്കുക. ഇനി ഓറിന്റെ സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബെൻഡ് ആയിട്ടുള്ളതാണ്, അഡീഷൻ ആണ്, നോട്ട് നെഗേഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി തേർഡ് ചാപ്റ്ററിലേക്ക് കിടക്കാം. തേർഡ് ചാപ്റ്ററിൽ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ആദ്യം തന്നെ മെമ്മറി യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. 1 ബൈറ്റ്സ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ഈക്വൽ ടു 8 ബിറ്റ്സ് ആണ്. 1 നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റ്സ്. 1 KB കിലോ ബൈറ്റ്സ് ഈക്വൽ ടു 1024 ബൈറ്റ്സ് ആണ്. 1 MB ഈക്വൽ ടു 1024 KB. 1 GB ഈക്വൽ ടു 1024 MB. 1 TB ഈക്വൽ ടു 1024 GB. അതായത് ഈ KB ഇങ്ങനെ താഴേക്ക് താഴേക്ക് വരും, ഇങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, ഇതാണ് ഇതിന്റെ മെമ്മറി ടിപ്സ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഓർത്തു വെക്കാം. അതേപോലെ റാം റോം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, റാം എന്ന് പറയുന്നത് ഇറ്റ് അലോസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ദെൻ റോം അലോസ് ഓൺലി റീഡിങ്. ഇനി റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയാണ്, റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്. ഈ രണ്ട് പോയിന്റ്സ് പ്രത്യേകം ഓർത്തു വെക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ വരുന്നത് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ആണ്. 4 മെത്തേഡ്സ് ആണുള്ളത്. ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അതിന്റെ ഉപയോഗശൂന്യമായിട്ട് മാറിയാലാണ് ഇ വേസ്റ്റ് എന്ന് പറയുക. അത് ഡിസ്പോസ് ചെയ്യാനുള്ള 4 മെത്തേഡ്സ് ആണ് റീയൂസ്, റീസൈക്ലിംഗ്, ഇൻസിനറേഷൻ, ലാൻഡ് ഫില്ലിംഗ്. ദെൻ അടുത്തത് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ 3 ടൈപ്പ് ഉണ്ട്: ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അപ്പൊ അതിൽ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്: പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്. അപ്പൊ ഇതിനൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഹെഡിങ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ലിസ്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹെഡിങ് മാത്രം പഠിച്ചു വെക്കുക. ഇനി ഇന്റർപ്രറ്ററും അതുപോലെ തന്നെ കമ്പൈലറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടും എന്താണ് കൺവേർട്ട് ചെയ്യാൻ തന്നെയാണ്, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഇന്റർപ്രറ്ററും കമ്പൈലറും യൂസ് ചെയ്യുന്നത്. ഇന്റർപ്രറ്റർ ആണെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്നത് പ്രത്യേകം ഓർത്തു വെക്കുക. ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്, ലൈൻ ബൈ ലൈൻ. ഇനി കമ്പൈലർ ആണെങ്കിൽ കംപ്ലീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യും, ലൈൻ ബൈ ലൈൻ അല്ല, കംപ്ലീറ്റ് ആയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതാണ് അതിന്റെ പോയിന്റ്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിലും കുറെ വാരി വലിച്ച് എക്സാമിന് എഴുതാനൊന്നുമില്ല. പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്നാണ് എക്സാമ്പിൾ ചോദിക്കുക. GNU ലിനക്സ്, മൊസില്ല ഫയർഫോക്സ്, ഓപ്പൺ ഓഫീസ്. ഇതാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ. ഇനി നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ്. അതിൽ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ആണ് ഇമ്പോർട്ടന്റ്. പാക്ടി ഡെഡ് എന്ന് ഓർത്ത് വെക്കാം. മെമ്മറി ടിപ്സ് എന്ന് പറയുന്നത് പാക്ടി ഡെഡ് ആണ്. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് 3 മാർക്കിനും 5 മാർക്കിനും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ പാക്ടി ഡെഡിൽ P ഫോർ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, A ഫോർ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, C ഫോർ കോഡിംഗ്, T ഫോർ ട്രാൻസ്ലേഷൻ, D ഫോർ ഡീബഗിംഗ്, E ഫോർ എക്സിക്യൂഷൻ ആൻഡ് D ഫോർ ഡോക്യുമെന്റേഷൻ. ഇത്രയുമാണ് പാക്ടി ഡെഡിൽ വരുന്നുള്ളത്. ഇനി അതിന്റെ ഈ ചാപ്റ്ററിൽ വരുന്ന വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പാക്ടി ഡെഡിൽ തന്നെ അൽഗോരിതം എന്താണെന്ന് ചോദിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് ദ പ്രോബ്ലം. ഫ്ലോ ചാർട്ട് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതം. ഡീബഗിംഗ്, ഡീബഗിംഗ് എന്ന് വെച്ചാൽ എറേഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോസസ് ആണ്. ബഗ്സിന് എറേഴ്സ് എന്നാണ് പറയുക. ഡീബഗിംഗ് ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ്. ഇനി ഫ്ലോ ചാർട്ട് സിംബൽസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ടെർമിനൽ, അതേപോലെ പാരലലോഗ്രാം, പ്രോസസ്. ടെർമിനൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിനെയാണ്, പാരലലോഗ്രാം ഇൻപുട്ട് ഔട്ട്പുട്ടിനെയാണ്, അതുപോലെ പ്രോസസ് റെക്ടാങ്കിൾ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി അടുത്ത ചാപ്റ്ററിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി അഞ്ചാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കാണുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു PDF, ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് നിഷ ടീച്ചർ പ്രിപ്പയർ ചെയ്തതാണ്. ഇനി അഞ്ചാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ പഠിക്കാനായിട്ട് വരുന്നുള്ളത് ടോക്കൺസ് ആണ്. ടോക്കൺസ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി ടിപ്സ് പറഞ്ഞു തരാം. നമ്മൾക്ക് ഇവിടെ കിൽപ്പോ എന്ന് ഓർത്ത് വെക്കാം. കിൽപ്പോ,
ഓക്കെ, ടോക്കൺസ് ചോദിച്ചാൽ കിൽപ്പോ എന്ന് ഓർത്ത് വെക്കുക. കെ ഫോർ കീവേഡ്സ്, ഐ ഫോർ ഐഡന്റിഫയേഴ്സ്, എൽ ഫോർ ലിറ്ററൽസ്, പി ഫോർ എന്താണ് പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓ ഫോർ ഓപ്പറേറ്റേഴ്സ്. ഇതാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. കീവേഡ്സ് എന്ന് വെച്ചാൽ റിസർവ്ഡ് വേർഡ്സ് ആണ്. ഐഡന്റിഫയേഴ്സ് എന്ന് വെച്ചാൽ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. ഇനി ഇതിൽ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൂൾസ്. ഐഡന്റിഫയറിന് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് എല്ലാ എക്സാമിനും വരാറുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ്. കീവേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അലൗഡ് അല്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ലെറ്റർ ഓർ അണ്ടർസ്കോർ. വൈറ്റ് സ്പേസും ഇതിന്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല. വൈറ്റ് സ്പേസ് എന്ന് വെച്ചാൽ ബ്ലാങ്ക് സ്പേസ് ആണ്. അപ്പൊ ഇതെല്ലാ എക്സാമിനും വരാറുണ്ട്. എന്താണ് വാലിഡ് ഏതാണ് ഇൻവാലിഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഇത് ഓൾറെഡി ഞാൻ ഈ ചാനലിൽ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ ഓരോ ചാപ്റ്ററിന്റെയും C++മായി ബന്ധപ്പെട്ട ഓരോ ചാപ്റ്ററിന്റെയും ഡീപ്പ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. +1 കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് ലിറ്ററൽസ് എന്താന്ന് നോക്കാം. ആർ കോൺസ്റ്റന്റ്സ് ദാറ്റ് നെവർ ചേഞ്ച്. കോൺസ്റ്റന്റ് വാല്യൂസിനെയാണ് ലിറ്ററൽസ് എന്ന് പറയുക. 4 ലിറ്ററൽസ് ആണ് ഉള്ളത്. ഒന്ന് ഇൻഡിജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽ. ഇങ്ങനെ 4 ലിറ്ററൽസ് ഉണ്ട്. അതിന്റെ എക്സാമ്പിളും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഡിജർ എന്ന് വെച്ചാൽ പോയിന്റ് നമ്പേഴ്സ് അല്ലാത്തതാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ പോയിന്റ് നമ്പേഴ്സ് ആണ്. ക്യാരക്ടർ എന്ന് വെച്ചാൽ സിംഗിൾ ക്യാരക്ടർ, സിംഗിൾ കോഡ്സിലായിരിക്കും കൊടുക്കുക. സ്ട്രിംഗ് എന്ന് വെച്ചാൽ ഡബിൾ കോഡ്സിൽ 1 or more ക്യാരക്ടേഴ്സ് ആയിരിക്കും. അടുത്തത് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ സിംബൽസ് ആണ്. ഹാഷ്, സെമിക്കോളൻ, ബ്രാക്കറ്റ്, ഇതൊക്കെ പങ്ക്ച്വേറ്റേഴ്സ് ആണ്. ഓപ്പറേറ്റേഴ്സ് എ സിംബൽ ഫോർ സ്പെസിഫിക് ഓപ്പറേഷൻ അപ്ലൈഡ് ഓൺ ഓപ്പറൻസ്. ഇപ്പോൾ ഇതിന് ഒരു പ്രത്യേക ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സിംബൽസിനെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. A+B എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റർ പ്ലസ് ആണ്. അതുപോലെ ഓപ്പറൻസ് എന്ന് പറയുന്നത് എയും ബിയും ആണ് ഓപ്പറൻസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ ചാപ്റ്റർ നോക്കാം. 6th ചാപ്റ്റർ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. അതായത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആണ്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്? ഇന്റ്, ക്യാർ, വോയിഡ്, ഫ്ലോട്ട്, ഡബിൾ. ഇത്രയും ആണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. അതിൽ വോയിഡ് എന്ന് വെച്ചാൽ നൾ ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. അതിന്റെ മെമ്മറി എന്ന് പറയുന്നത് 0 bytes ആണ്. ഇതിൽ ഒന്നുമില്ല, 0 bytes ആണ്. ക്യാർ 1 byte ആണ്. ഇന്റ് 4 byte, ഫ്ലോട്ട് 4 byte ആൻഡ് ഡബിൾ എന്ന് പറയുന്നത് 8 byte ആണ്. ഇനി അതിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേരിയബിൾസ് ആണ്. വേരിയബിൾസ് ആർ മെമ്മറി ലൊക്കേഷൻസ് ആണ് ദാറ്റ് ക്യാൻ ഹോൾഡ് ഡാറ്റ. ഡാറ്റ സൂക്ഷിച്ചു വെക്കാനുള്ള മെമ്മറി ലൊക്കേഷനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇന്റ് എ. ഇന്റ് എ എന്ന് പറയുന്ന എക്സാമ്പിളിൽ ഏതാണ് വേരിയബിൾ? എ എന്ന് പറയുന്നതാണ് വേരിയബിൾ. ഇതൊരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. എ എന്ന് പറയുന്ന വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇന്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് ആണ്. എ ആണ് അതിൽ വേരിയബിൾ ആയിട്ട് വരുന്നത്. ഇനി ഓപ്പറേറ്ററിനെ അതിന്റെ ഓപ്പറൻസിനെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പ് ഓപ്പറേറ്റർ ഉണ്ട്. യൂണറി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ സിംഗിൾ ഓപ്പറന്റ് ആയിരിക്കും അതിലുണ്ടാവുക. ബൈനറി 2 ഓപ്പറന്റ് ഉണ്ടാവും. ടെർണറി 3 ഓപ്പറന്റ് ഉണ്ടാവും. യൂണറി ഓപ്പറേറ്ററിന്റെ എക്സാമ്പിൾ ആണ് പ്ലസ് പ്ലസ് എന്ന് പറയുന്നത്. ബൈനറി പ്ലസ് മാത്രമാണ്. അതുപോലെ ടെർണറി കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ വളരെ നല്ല പഠിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സ്റ്റഡി നോട്ട്സ് ആണ് നിഷ ടീച്ചർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. GHSS പമ്പാടിയിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അധ്യാപികയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു കോപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഓപ്പറേഷൻസ്. ഇപ്പോൾ അതല്ലാതെ ഓപ്പറൻസ് അല്ലാതെ അതിനെ ബേസ് ചെയ്തിട്ടല്ലാതെ ഓപ്പറേറ്റേഴ്സിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആണ്. ഏതൊക്കെയാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റർ? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്. ഇത്രയുമാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. അതുപോലെ ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഇത്രയുമാണ് ഓപ്പറേറ്റേഴ്സിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. അതായത് 1 വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. I++ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് I = I+1 എന്നാണ്. I- എന്ന് വെച്ചാൽ I = I-1 എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്.
ഇനി ടൈപ്പ് കൺവേർഷൻ ഉണ്ട്. രണ്ട് തരത്തിലുള്ള ടൈപ്പ് കൺവേർഷൻ ആണുള്ളത്, ടൈപ്പ് പ്രൊമോഷനും ടൈപ്പ് കാസ്റ്റിംഗും എന്ന് ഓർത്ത് വെക്കുക. ഇനി സ്റ്റേറ്റ്മെന്റ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. സിൻടാക്സ് ഡാറ്റ ടൈപ്പ് വേരിയബിൾ സെമിക്കോളൻ, ഇതാണ് സിൻടാക്സ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. ഇന്റ് എ എന്ന് പറയുന്നത് എക്സാമ്പിൾ, എന്ത് വേരിയബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഡാറ്റ ടൈപ്പ് ഉള്ളിടത്ത് ഏത് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുക. എക്സാമ്പിൾ ഇന്റ്. ഓക്കെ, ഇനി വേരിയബിൾ നം എന്ത് വേണമെങ്കിലും നൽകാവുന്നതാണ്. ഇതാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ഐഡന്റിഫയർ എന്ന് പറയുന്നത് സി ഇൻ ആണ്. ഔട്ട്പുട്ട് ആണെങ്കിൽ സി ഔട്ട് ആണ്. ഓക്കെ, ഔട്ട്പുട്ട് ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേരാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നാണ് ഇതിനെ വിളിക്കുക. ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഇൻപുട്ടിൽ ഉപയോഗിക്കുന്നതാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ C++ന്റെ സ്ട്രക്ചർ എല്ലാ എക്സാമിനും വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. C++ന്റെ സ്ട്രക്ചർ എന്തായാലും ഉണ്ടാവും. ഇതാണ് C++ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് std int main സ്റ്റേറ്റ്മെന്റ്സ്. ഇത് ഏകദേശം പ്രോഗ്രാമുകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതില് പ്രധാനമായിട്ടും സിൻടാക്സ് ആണ് പഠിക്കാനുള്ളത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റും. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഈഫ്, ഈഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ, സ്വിച്ച്. ഈഫിന്റെ സിൻടാക്സ് ആണ് ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ്, അതാണ് അതിന്റെ സിൻടാക്സ്. ഈ സിൻടാക്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് പറയാവുന്നതാണ്. ഇഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ ദെൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ക്ലാസ് ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഈഫ് എൽസ് എന്ന് പറയുന്നത് ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. ദിസ് ഈസ് ദ സിൻടാക്സ്. ഇനി എൽസ് ഇഫ് ലാഡറിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, ഈ എൽസ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. അവസാനം വരുന്നത് എൽസ് ആണ്. എല്ലാ കണ്ടീഷൻസും ഫാൾസ് ആയാൽ എൽസ് പാർട്ട് ആയിരിക്കും വർക്ക് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് സ്വിച്ചും. സ്വിച്ച് എക്സ്പ്രഷൻ കേസ് വാല്യൂ, കേസ് കോൺസ്റ്റന്റ് 1 സ്റ്റേറ്റ്മെന്റ് 1 ബ്രേക്ക്, കേസ് കോൺസ്റ്റന്റ് 2 സ്റ്റേറ്റ്മെന്റ് 2 ബ്രേക്ക്. അവസാനം വരുന്നത് ഡീഫോൾട്ട് ആണ്. എൽസ് ഇഫ് ലാഡറിൽ എൽസ് ആണെങ്കിൽ ഇവിടെ ഡീഫോൾട്ട് ആണ്. എല്ലാ കണ്ടീഷൻസും ഫാൾസ് ആണെങ്കിൽ വരുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇതേപോലെ തന്നെയാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വൈൽ ലൂപ്പ്, അതുപോലെ തന്നെ ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനും 4 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ്, ബോഡി ഓഫ് ലൂപ്പ്. ഇതെല്ലാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിലും ഉണ്ടാകും. ഇവിടെ വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ, വൈൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേറ്റ്. അതേപോലെ ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഫോർ, ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ്, ബോഡി ഓഫ് ലൂപ്പ്. അതേപോലെ ഡു വൈൽ ലൂപ്പിൻ്റെത് ഇനീഷ്യലൈസേഷൻ, ഡു, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേറ്റ്, വൈൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ, സെമിക്കോളൻ. ഈ സിൻടാക്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അറേസ് ആണ്. അറേ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ദ സെയിം ടൈപ്പ്, അതായത് സെയിം ടൈപ്പ് ഓഫ് വാല്യൂസിനെയാണ് അറേ എന്ന് പറയുന്നത്. ഇതിൽ എക്സാമിന് ചോദിക്കുന്നത് അറേ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് ആണ്. ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. എക്സാമ്പിൾ ഇന്റ് നം ഓഫ് 5. ഇന്റ് നം ഓഫ് 5 എന്ന് കൊടുത്താൽ 5 നമ്പേഴ്സ്, അതായത് 5 ഇന്റിജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെമ്മറി ലൊക്കേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 വെച്ചിട്ടാണ്. ഇൻഡെക്സ് എന്ന് വെച്ചാൽ അറേയുടെ പൊസിഷൻ ആണ്. അറേ എലമെന്റ്സിന്റെ പൊസിഷനെയാണ് ഇൻഡെക്സ് എന്ന് പറയുക. അപ്പൊ ഇതിനകത്ത് നം ഓഫ് 5 എന്ന് കൊടുത്താൽ ആദ്യത്തേത് നം ഓഫ് 0 ആയിരിക്കും, നം ഓഫ് 0. അതേപോലെ നം ഓഫ് 1, നം ഓഫ് 2, അവസാനം വരുന്നത് നം ഓഫ് 4 ആയിരിക്കും. അപ്പൊ നമ്മൾ സൈസ് 5 ആണ് കൊടുത്തതെങ്കിൽ അതിൽ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സൈസ് കിട്ടും. 0 വെച്ചിട്ടാണ് തുടങ്ങുന്നത്, അതുകൊണ്ടാണ് 4 വരുന്നത്. ഇനി അറേ ഇനീഷ്യലൈസേഷൻ ആണ് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ അറേ, നമ്മൾക്ക് അറേയുടെ വാല്യൂസ് ഇതേപോലെ ഇനീഷ്യലൈസ് ചെയ്യാവുന്നതാണ്. ഇന്റ് നം ഓഫ് 5 ഈക്വൽ ടു 98, 87, 92, 79, 85. അതായത് 5 നമ്പേഴ്സ് ഇതിലേക്ക് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ 98 എന്ന് പറയുന്നത് നം ഓഫ് 0 ആയിരിക്കും. നം ഓഫ് 0യിലുള്ള നമ്പർ എന്ന് പറയുന്നത് 98 ആണ്. അങ്ങനെയാണെങ്കിൽ നം ഓഫ് 1 എന്തായിരിക്കും? നം ഓഫ് 1 ഈക്വൽ ടു 87 ആണ്. അങ്ങനെയാണെങ്കിൽ നം ഓഫ് 4 എന്തായിരിക്കും? നം ഓഫ് 4 ഈക്വൽ ടു
85 ആണ്. ഇങ്ങനെ ഓർത്തു വെക്കുക. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേ ഓപ്പറേഷൻ ആണ്. അറേ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ട്രാവേഴ്സൽ, സോർട്ടിംഗ്, ഡിലീറ്റിംഗ്, സെർച്ചിങ്, ഇത്രയുമാണ് അറേ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ്. അതായത് ഗെറ്റ് ഫംഗ്ഷൻ, ഗെറ്റ് ലൈൻ, പുട്ട് ആൻഡ് റൈറ്റ് ഫംഗ്ഷൻ. ഈ 4 ഫംഗ്ഷനും അതിന്റെ ഉപയോഗവും ഓർത്തു വെക്കുക. ഇനി 10ാമത്തെ ചാപ്റ്റർ, ഇത് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ 3 ഫംഗ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് സ്ട്രിംഗ് ഫംഗ്ഷൻ. ഈ സ്ട്രിംഗ് ഫംഗ്ഷന്റെ മുമ്പിൽ എപ്പോഴും str എന്നുണ്ടാകും. strlen ലെങ്ത് കണ്ടുപിടിക്കാനാണ്, ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സ്ട്രിംഗ്. strcpy ടു കോപ്പി വൺ സ്ട്രിംഗ് ഇൻടു അനദർ. strcat എന്താണ്, ടു കോൺകാറ്റിനേറ്റ്, അതായത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 സ്ട്രിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. strcmp കമ്പയർ ചെയ്യാൻ. strcmp ഐയും കമ്പയർ ചെയ്യാനാണ്. പക്ഷെ ലോവർ കേസ് ആണോ അപ്പർ കേസ് ആണോ എന്നൊന്നും നോക്കൂല, എന്താണ് രണ്ടും കമ്പയർ ചെയ്യും. ഇനി സ്ട്രിംഗ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഹെഡർ ഫയലിന്റെ പേര് ചോദിക്കാറുണ്ട് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട്. സി സ്ട്രിംഗ് ആണ് സ്ട്രിംഗ് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ. അതുപോലെ തന്നെ അടുത്തത് സ്ട്രിംഗ് ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. 3 മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണുള്ളത്. ABS function to find the absolute value, SQRT function to find the square root of a number, POW to find the power of a number. ഇത് 3ഉം പഠിച്ചു വെച്ചാൽ മതി. ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നത് സി മാത്ത് ആണ്. സി മാത്ത് ആണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് ക്യാരക്ടർ ഫംഗ്ഷൻ ആണ്. ഈ ക്യാരക്ടർ ഫംഗ്ഷനിൽ ആദ്യത്തെ 5 എണ്ണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷന്റെ മുമ്പിൽ എപ്പോഴും ഈസ് ഉണ്ടാകും എന്ന് ഓർത്തു വെക്കുക. അതായത് ഈസ് അപ്പർ, ഈസ് ലോവർ, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ആൽനം. ഈസ് അപ്പർ എന്ന് വെച്ചാൽ അപ്പർ കേസ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ലോവർ എന്ന് വെച്ചാൽ ലോവർ കേസ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ആൽഫ എന്ന് വെച്ചാൽ ആൽഫബറ്റ് ആണോ അല്ലേ, ഡിജിറ്റ് ഡിജിറ്റ് ആണോ അല്ലേ, ആൽനം എന്ന് വെച്ചാൽ ആൽഫ ന്യൂമറിക് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. ഇനി അത് കൂടാതെ 2 ഫംഗ്ഷൻ കൂടി ഉണ്ട്, ടു അപ്പറും ടു ലോവറും. അത് രണ്ടും കൺവേർട്ട് ചെയ്യാനാണ്. ടു അപ്പർ എന്ന് വെച്ചാൽ കൊടുത്തിരിക്കുന്ന ക്യാരക്ടറിനെ അപ്പർ കേസിലോട്ട് മാറ്റും, ടു ലോവർ ആണെങ്കിൽ ലോവർ കേസിലോട്ട് മാറ്റും. ഇവിടെ ഈ ഫംഗ്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നത് CC ടൈപ്പ് ആണ്. ഈ 3 ഫംഗ്ഷൻസും ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഈ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഇതിൽ നിന്നും പോർഷൻസിൽ നിന്നും ഉണ്ടാവും. അതുപോലെ 11ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക്. നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ്? റിസോഴ്സ് ഷെയറിംഗ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി, സ്കെയിലബിലിറ്റി. ഇതിന്റെ ഹെഡിങ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഏതൊക്കെയാണെന്ന് നോക്കുക. സ്വിച്ച്, ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ് വേ. 4 ഡിവൈസ് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇന്റലിജന്റ് ഡിവൈസ് എന്ന് പറയുന്നത് സ്വിച്ച് ആണ്. സ്വിച്ചിൽ കൂടുതൽ പോർട്ട് ഉണ്ട്. അത് മാത്രമല്ല അതിൽ വേണ്ട കമ്പ്യൂട്ടേഴ്സിലേക്ക് മാത്രമേ ഡാറ്റ അയക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് എന്താണ് ഇന്റലിജന്റ് ഡിവൈസ് ആയിട്ട് പറയുന്നുണ്ട്. ഈ നെറ്റ്വർക്കിന്റെ ചാപ്റ്റർ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിനകത്ത്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ടോപ്പോളജി ചോദിക്കാറുണ്ട്. 4 ടോപ്പോളജിയാണ് പഠിക്കാനായിട്ടുള്ളത്. ബസ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി. ഇതിന്റെ ഏതെങ്കിലും 2 പോയിന്റ്സ് ഓർത്തു വെക്കുക. ബസ് ടോപ്പോളജിയിൽ ഈസി ടു ഇൻസ്റ്റാൾ, ദെൻ ഫെയിലിയർ ഓഫ് എ നോഡ് ഡസ് നോട്ട് അഫക്ട്. അതായത് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഫെയിൽ ആയാലും അത് മൊത്തം അഫക്ട് ചെയ്യുന്നില്ല. സ്റ്റാർ ടോപ്പോളജിയിൽ അതേപോലെ ഈസി ടു ഇൻസ്റ്റാൾ. ഫെയിലിയർ ഓഫ് ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച്, ഇവിടെ സെൻട്രൽ കാണുന്നതാണ് ഹബ് ഓർ സ്വിച്ച്. ഇത് ഫെയിൽ ആയാൽ ബാക്കിയുള്ളതിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിംഗ് ടോപ്പോളജിയിൽ ഒരു നോഡ് ഫെയിൽ ആയാൽ ബാക്കി എല്ലാത്തിനെയും ബാധിക്കും എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി അടുത്തത് മെഷ് ടോപ്പോളജിയിൽ ഏറ്റവും കൂടുതൽ കേബിൾസ് വേണ്ടി വരുന്നത് മെഷ് ടോപ്പോളജിയാണ്. എക്സ്പെൻസ് കൂടുതലും മെഷ് ആണ്. ഇത് 5 മാർക്കിന് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇനി മാക് അഡ്രസ് എന്ന് വെച്ചാൽ മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ് ആണ്. IP എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ഇനി അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് ആണ്. ഇതിൽ പഠിക്കാനുള്ളത് സർവീസസ് ഓഫ് ഇന്റർനെറ്റ് ആണ്. അതുപോലെ ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഫാദർ ഓഫ് ഇന്റർനെറ്റ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ നമുക്കറിയാം ചാൾസ് ബാബേജ് ആണ്. ഫാദർ ഓഫ് ഇന്റർനെറ്റ് എന്ന് വെച്ചാൽ വിൻടൺ സെർഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതുപോലെ സർവീസസ് ഓഫ് ഇന്റർനെറ്റിൽ www, അതുപോലെ സെർച്ച് എഞ്ചിൻ, ഇമെയിൽ, സോഷ്യൽ മീഡിയ.
ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇമെയിലിൽ അതിന്റെ സെക്ഷൻസ് പഠിക്കാനുണ്ട്. സെക്ഷൻസ് ഓഫ് ഇമെയിൽ ടു CC എന്ന് വെച്ചാൽ കാർബൺ കോപ്പിയാണ്. BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി, സബ്ജക്റ്റ്, കണ്ടന്റ്, ഇത്രയും കാര്യങ്ങളാണ്. ഇനി അതിന്റെ അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഇനി സോഷ്യൽ മീഡിയ ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്, ഏതൊക്കെയാണെന്നുള്ളത്. ഇന്റർനെറ്റ് ഫോറം, സോഷ്യൽ ബ്ലോഗ്, വിക്കിപീഡിയ, മൈക്രോ ബ്ലോഗ്, ഇത്രയുമാണ് സോഷ്യൽ മീഡിയ ക്ലാസിഫിക്കേഷൻ. ഇനി അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ആൾക്കാർ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ളതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഇനി സൈബർ സെക്യൂരിറ്റിയിൽ വരുന്നതാണ് കമ്പ്യൂട്ടർ വൈറസ്, ട്രോജൻ ഹോഴ്സ്, ഹാക്കിംഗ്, ഫിഷിംഗ്. ഇതിൽ ഹാക്കിംഗ് 2 ടൈപ്പ് ഉണ്ട്. വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്, അതേപോലെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ്, 2 ഹാക്കിംഗ് ഉണ്ട്. വൈറ്റ് ഹാറ്റ് എന്ന് വെച്ചാൽ ലീഗൽ ആയിട്ട് ചെയ്യുന്നതാണ്, അതിനെയാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ സൈറ്റുകളൊക്കെ ഹാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എത്തിക്കൽ ഹാക്കേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് ഹാറ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഹാക്ക് ചെയ്യുന്നതാണ്. നുഴഞ്ഞു കയറി വരുന്ന ഹാക്കേഴ്സ് ആണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫിഷിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ്, ഇതൊരു അറ്റംപ്റ്റ് ആണ്. നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ മോഷ്ടിക്കാനുള്ള ഒരു അറ്റംപ്റ്റ്. അത് മിസ്ലീഡിങ് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് മോഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതേപോലെ മിസ്ലീഡിങ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് സ്പൂഫിംഗ് എന്ന് പറയാം. സ്പൂഫിംഗ് ഈസ് ക്രിയേറ്റിംഗ് മിസ്ലീഡിങ് വെബ്സൈറ്റ്. ഓക്കെ, ഇത്രയുമാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്കൊരു 60-ൽ ഒരു 52 മാർക്ക് നേടാനുള്ളത് ഇതിനകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓരോന്നും നിങ്ങൾ വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. കംപ്ലീറ്റ് വാച്ച് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് ഇതേപോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് വളരെ നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാ കുട്ടികൾക്കും വളരെ നല്ല ഒരു വിജയം ആശംസിച്ചുകൊണ്ട് വീണ്ടും നമ്മൾക്ക് പുതിയ ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.